സംശയം ആർക്കുമില്ല. കേരളത്തിൽ ആർക്കും തന്നെ അങ്ങനൊരു സംശയം ഇല്ല. അതുകൊണ്ട് വൻ വിജയമായിരിക്കും. മൂന്നാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമത്തായ ഒരു കുതിപ്പായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലുടനീളം ഉണ്ടാവാൻ പോകുന്നത് എന്നതാണ് വളരെ വ്യക്തതയോടുകൂടിയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. SIR ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ വളരെയേറെ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിലാണ് BLOമാരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വർക്ക് ഇപ്പോൾ ആരംഭിച്ചത്. അത് ഇപ്പോൾ കേരളമാണ് ഏറ്റവും പിന്നിൽ എന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കണക്ക് വന്നിരിക്കുകയാണ്. കാരണം അവിടെ BLOമാരെന്ന് പറയുന്നതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ചില ആൾ സ്ഥാനാർത്ഥികളായിരിക്കും, ചില ആൾ ഏജന്റുമാരായിരിക്കും, ചില ആളുകൾ അതിന്റെ സംഘടനാ പ്രവർത്തകരായിരിക്കും. അങ്ങനെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ SIR വന്നിട്ടുള്ളത്. അത് മാറ്റിവെക്കണമെന്ന് BJP ഒഴിച്ചുള്ള മുഴുവൻ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്, രണ്ട് ഘട്ടത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും. പക്ഷേ അതൊന്നും മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറില്ല. അവിടുന്ന് ഇലക്ഷൻ കമ്മീഷണർ തന്നെ ഇങ്ങോട്ട് ഇവരെ അറിയിച്ചിരുന്നു, എന്നിട്ടും തയ്യാറില്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് കേരളത്തിലെ സർവകക്ഷി യോഗം ചേർന്നപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CPM അതൊക്കെ കുറെ ദിവസമായല്ലോ ചർച്ച തുടങ്ങിയിട്ട്. ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ ഈ കാര്യം. അതിനിപ്പോ ഒരു കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്, സബ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. RSSകാർക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്തിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. അതിന് ആർക്കാ സംശയമുള്ളത്? കേരളത്തിൽ ആരെങ്കിലും പറയുന്നതല്ല പ്രശ്നം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വർഗീയതക്കെതിരായിട്ട് അതിശക്തിയായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. അത് ഏറ്റവും ശക്തമത്തായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് CPM ആണ്. CPM എതിരായിട്ടാണ് RSSഉം അതുപോലെ സംഘപരിവാർ വിഭാഗങ്ങൾ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തിയിട്ടുള്ളത്. അതിനെ ശക്തിയായി പ്രതിരോധിച്ചുകൊണ്ടാണ് കേരളത്തിലെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ CPIM കണ്ടഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തി മുന്നേറിയിട്ടുള്ളത്. ഇനിയും അതേപോലെ മുന്നേറി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അതിൽ നിന്ന് അതെ, അതിപ്പോ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേസ് വന്ന അന്ന് പറഞ്ഞാണ്, ശബരിമലയിലെ ഒരു തരി സ്വർണം ഒരു തരത്തിലും നഷ്ടപ്പെടാൻ പറ്റില്ല. ആരാണോ അതിന്റെ ഉത്തരവാദി, ആ ഉത്തരവാദി ഇവരാരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിൽ ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുമില്ല, ഗവൺമെന്റ് ആരായാലും ഉണ്ടാവില്ല.